കൊല്ലത്ത് പണിമുടക്കിന്റെ പേരിൽ വ്യാപക അക്രമം. KSRTC കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു. ആശുപത്രിയിലേക്കുള്ള ബസ് തടഞ്ഞിട്ടു. മരുന്ന് വിതരണശാലയിലും കയ്യേറ്റം. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെയും തടഞ്ഞ് CITU നേതാക്കൾ. പുലർച്ചെ കൊല്ലം KSRTC ഡിപ്പോയിലെത്തിയ CITU പ്രവർത്തകർ ആശുപത്രിയിലേക്കുള്ള അവശ്യ സർവീസ് ഉൾപ്പെടെ കൊടികുത്തി തടഞ്ഞു. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ബസ്സിൽ നിന്നിറക്കി. ഇതോടെ യാത്രക്കാരും മറിഞ്ഞു. കുമളിയായിരുന്നു എൻ്റെ ഷെഡ്യൂള്. ഞാൻ അതിന് 4 മണിക്ക് വന്നു. 4 മണിക്ക് വന്നിട്ട് എനിക്ക് രാവിലെ ഞാൻ അതിൻ്റെ വെബില് വാങ്ങിച്ചപ്പോൾ ഡ്രൈവറില്ല, അതുകൊണ്ട് സർവീസ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേന് വേറൊരു ഡ്രൈവർ വന്നപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ 5:35 തിരുവനന്തപുരം ഷെഡ്യൂളുള്ള ആളെ സൂപ്പർ സർവീസുകളാണ് മുമ്പേ വിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് 6 മണി മൂന്നാറിൻ്റെ കാർഡ് വാങ്ങിപ്പിച്ചു. ഞാനും 6 മണി മൂന്നാർ പോകാൻ തയ്യാറായി. ഞങ്ങൾ റിസർവേഷൻ ഉണ്ടായിരുന്നു, 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്തു നിന്ന് തന്നെയുള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്, നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. பள்ளிக்கோட்டை ரோடு பணி விசேஷவந்தரா திருநெல்வேலியிலேருந்து வந்து இப்போ அங்கே பஸ் எதுவும் ஓடுறதில்லன்னு அறியதில்லை. ഇവിടെ വന്നതിനപ്പുറം ബസ് ഒന്നും ഇല്ല. ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ്, പോകാൻ പറ്റുമെന്ന് കരുതി. രാവിലത്തെ സർവീസ് ആയിരുന്നു, അറേഞ്ച് ചെയ്ത വണ്ടി. വെയിറ്റ് ചെയ്യുക, പോകാൻ പറ്റുമെങ്കിൽ പോകും. പിന്നാലെ കൊല്ലത്തേക്കെത്തിയ KSRTC ബസ്സിലെ കണ്ടക്ടറെ മർദ്ദിച്ചു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന കണ്ടക്ടർ ശ്രീകാന്തിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ചിട്ടുണ്ട് അതിനകത്തൊരാൾ. അവരെ മുഖത്തടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു നീളം കുറഞ്ഞൊരു വെളുത്ത ഒരാൾ, നമ്മളെ സ്റ്റാഫാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. നമ്മളെ വണ്ടിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട് ഒരാൾ. അവരിന്ന് എന്ത് പറയുന്നത്, പണിമുടക്കായിട്ട് സർവീസ് നടത്താൻ ആണ് അവർ അസത്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ബസ്സിനകത്തോട്ട് കയറി തല്ലുകയാണ് ചെയ്തത്. ഇത് കരുനാഗപ്പള്ളി ഡിപ്പോയിലെ വണ്ടി. പത്തനാപുരത്ത് മരുന്നു വിതരണശാലയിലെത്തിയ സമരാനുകൂലികൾ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു. തെക്കൻ ജില്ലകളിലെ ആശുപത്രികളിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഗോഡൌണാണ് സമരക്കാർ അടപ്പിച്ചത്. ഒരു പ്രശ്നമില്ല, നിങ്ങൾ വൈകിട്ട് വന്നല്ലെങ്കിൽ പഞ്ചിങ് നിങ്ങൾ ഇതൊന്ന് അടച്ചിട്ടാല് ശരിയല്ല. നിങ്ങൾ ചെയ്തോ, നിങ്ങളിതൊന്ന് അടച്ചു. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരക്കാർ ഗേറ്റ് പൂട്ടി തടഞ്ഞു. 20ഓളം ജീവനക്കാരെത്തി കാത്തുനിന്നു. ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമായി. KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങുമെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ബസ്സുകൾ തടഞ്ഞു. സമരക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടപ്പിക്കുകയും ചെയ്തു. ജനം, കൊല്ലം.